Good evening, everyone. Good evening, ma'am. Training, ma'am. Hello to everyone. How are Yes, you all ma'am. doing? Good, good evening, Shilpa. How are you all? Going good, ma'am. Doing good. Hi, ma'am. Hi. Hello. Fine, ma'am. How are you? Oh, I'm fine. I'm doing great. Okay. How's the weather there? മഴയുണ്ട് വെയിലുണ്ട് അവിടെയോ? മഴയുണ്ട് വെയിലുണ്ടോ? നാട്ടിൽ ഞാൻ ഓക്കെ. ഇവിടെയൊക്കെ ആ നല്ല ഉണ്ട് മാം. മഴയാണ്. Here ഇപ്പൊ is ഇന്നലെ തൊട്ട് ഭയങ്കര മഴയാണ് ഇവിടെ. നിർത്താതെ പെയ്തുകൊണ്ടിരിക്കണേണ് ഇവിടെ മഴ. yes, here also heavy ആ and very cold. വെരി കോൾഡ് ഓൾസോ. ചൂട് വന്നാ ഭയങ്കര ചൂട്, മഴ വന്നാ ഭയങ്കര മഴ. ഓക്കെ, ഇന്ന് ആരാണ് പ്രെയർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? പ്രെയർ ആരാണ് ഇന്ന്? Ma'am, I have recited it once. That is not problem. That is not a problem. You can say it once again. Okay. Nature will make the way for us to bloom like the flower, to shine like the star, to burn like the sun, to dream like the sky, to explore like the ocean. Nature teaches us to dream big and explore heights. May Mother Nature bless everyone. Thank you. Thank you, Sujata. Very good. Very nice prayer. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ചിലർക്കൊന്നും ഒരു ക്ലിയർ ആയിട്ടില്ലെന്ന് എനിക്കറിയാം, കൺഫ്യൂഷനായി. ഒന്നും കൂടി ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞുതരാം. ആദ്യം തൊട്ട് നമുക്ക് എടുക്കാം. സോ സ്ക്രീൻ വിസിബിൾ അല്ലേ എല്ലാവർക്കും? യെസ് മാം. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 7 ആണ് നമ്മൾ നോക്കിയത്. ചാപ്റ്റർ 7 നൗൺ ഫ്രേസസ് ആൻഡ് നൗൺ ക്ലോസസ്. ഇത് ചെറിയ ചാപ്റ്റർ ആണ്. ഇതിൽ ഒരുപാട് ഇങ്ങനെ ഫുൾ എക്സ്പ്ലനേഷൻ വന്നേക്കുന്നോണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വന്നോളൂ. നമുക്ക് അത്യാവശ്യമുള്ള നമുക്ക് എക്സാമിന് വന്ന രീതിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഇപ്പൊ ഒരു സെന്റൻസ് തന്നിട്ട് ഒന്നെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ കുറച്ച് എക്സസൈസസ് ഉണ്ട്, അതേ മോഡലിലാണ് വരുള്ളൂ. കണ്ടോ? അപ്പം ഇത് കിട്ടാത്തവരൊന്നും ടെൻഷൻ ആവണ്ട. വി വിൽ ഡു ദ എക്സസൈസ് ആൻഡ് യു ക്യാൻ ബി ഫെമിലിയർ വിത്ത് ദാറ്റ്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. റൈറ്റ് ദ ഫോളോയിങ് രണ്ട് സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ടിൻറ്റു, നമ്മൾ ഈ സെന്റൻസ് ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ്, ടിൻറ്റു സാങ് എ സോങ് ടു ഹിസ് മദർ. ടിൻറ്റു അവന്റെ അമ്മക്ക് ഒരു പാട്ട് പാടി കൊടുത്തു. അപ്പൊ ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം? ടിൻറ്റു എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റ് അല്ലേ? അവൻ അല്ലേ പാട്ട് പാടിയത്. അപ്പം ടിൻറ്റു ഇസ് എ സബ്ജക്ട്. അപ്പൊ സബ്ജക്റ്റ് ആൻസർ വന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. അപ്പൊ ടിൻറ്റു എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ലേ, ഒരാളല്ലേ? അപ്പൊ നമുക്ക് ഹൂ ചേർത്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് ആ ആൻസർ കിട്ടും. ഹൂ സാങ് എ സോങ് ടു ഹിസ് മദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി ആൻസർ കിട്ടും. ടിൻറ്റു സാങ് എ സോങ് ടു ഹിസ് മദർ. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ഫ്രെയിം ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡിഡ് ടിൻറ്റു സിങ്? അതായത് നമുക്ക് ഇനി ഈ ഒബ്ജക്റ്റിലേക്കാണ് വന്നത്. ആദ്യത്തെ പോർഷൻ കഴിഞ്ഞിട്ട് ഇനി ഒബ്ജക്റ്റിലേക്ക് തന്നെയാണ്. പാട്ട് പാടിയതല്ലേ, അപ്പൊ എന്താണ് പാടിയത്? ഈ ടിൻറ്റു എന്താ പാടി കൊടുത്തത് എന്നാണ്. പാട്ടല്ലേ പാടിയത്. അപ്പൊ അങ്ങനെ ഒരു ആൻസർ വരുന്ന രീതിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. വാട്ട് ഡിഡ് ടിൻറ്റു സിങ്? വാട്ട് ഡിഡ് ടിൻറ്റു സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൻ പാടിക്കൊടുത്തത്?
പാട്ടല്ലേ. അപ്പൊ വാട്ട് ഡിഡ് ചിൻറ്റു സിംഗ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒബ്ജക്റ്റിലേക്ക് വരും. പിന്നെ രണ്ടാമതാണ് ഹൂ ഡിഡ് ഹി സിംഗ് ടു ദ സോങ് ടു. അപ്പൊ ടു എന്ന് പറയുന്നതാണ് ഇവിടെ മെയിൻ ആയിട്ട്. ടു എന്ന് പറയുന്നത് ഒരു പ്രിപ്പൊസിഷൻ ആണ്. ഈ പ്രിപ്പൊസിഷൻ എന്ന് പറയുന്നത് ഈ ടു, ഓൺ, പിന്നെന്താ അണ്ടർ, ബിലോ, എക്രോസ് എന്നൊക്കെ നമ്മൾ ഒരു സാധനം ടേബിളിന്റെ പൊക്കത്താണെങ്കിൽ നമ്മൾ അതിന് ഓൺ എന്ന് പറയും, പൊക്കത്താണ്. അടിയിലാണെങ്കിൽ ഇറ്റ്സ് അണ്ടർ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഒരു കൂടയിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇരിക്കണമെങ്കിൽ ദ ഫ്രൂട്ട്സ് ആർ ഇൻ ദ ബാസ്ക്കറ്റ് നമ്മൾ പറയും. അപ്പൊ അതിനു വേണ്ടി ഒരു ഒബ്ജക്റ്റ്, ഒരു പെർട്ടിക്കുലർ സാധനങ്ങളുടെ പൊസിഷൻ എവിടെയെന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഗ്രാമറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പ്രിപ്പൊസിഷൻ. അപ്പൊ ഈ തേർഡ് ക്വസ്റ്റ്യനിൽ ഹൂ ഡിഡ് ഹി സിംഗ് ദ സോങ് ടു, അവൻ ആർക്ക് വേണ്ടിയാണ്, ആരോടാണ് പാട്ട് പാടിക്കൊടുത്തത്? ഹൂമാണോ? അവിടെ ഹും എന്നാണ് വരേണ്ടത്, അവിടെ ഹൂ തെറ്റാണ്, അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണത്. അപ്പൊ അവിടെ തേർഡ് ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു വരേണ്ടത്? ഹും. ഇവിടെ അതിന് പകരം ഹും എന്ന് ആക്കണം കേട്ടോ നിങ്ങൾ. ഹും ഡിഡ് ഹി സിംഗ് ദ സോങ്, അവൻ ആർക്ക് വേണ്ടിയാണ് പാടിക്കൊടുത്തത്? അപ്പൊ ഹും ഡിഡ് ഹി സിംഗ് ദ സോങ് ടു, ആർക്ക് വേണ്ടിയാണ് പാട്ട് പാടിക്കൊടുത്തത്. അങ്ങനെ ഈ ഒറ്റ സെന്റൻസിൽ നിന്ന് നമുക്ക് സെന്റൻസ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യണതാണ് ഇപ്പൊ ഇവിടെ കണ്ടത്. എല്ലാവർക്കും ആ സബ്ജക്റ്റ് നമുക്ക് പെട്ടെന്ന് ഫ്രെയിം ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒബ്ജക്റ്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നണം അല്ലേ. എനിക്കത് മനസ്സിലായി. നമുക്ക് പതിയെ പതിയെ ശരിയാക്കി എടുക്കാം. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ നിങ്ങളുടെ വൊക്കാബുലറി വർദ്ധിക്കണേ, നിങ്ങൾക്ക് കൂടുതൽ ഇംഗ്ലീഷിൽ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതിനു വേണ്ടിയാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ട്രൈ ടു ഡു. തെറ്റ് വന്നോട്ടെ, കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ തനിയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് സെന്റൻസ് അവിടെ എക്സാമ്പിൾസ് വേറെയും കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് നോക്കാം ഒന്നുകൂടി. ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ. അവന്റെ എന്തോ ഡീഡ്സ് എന്ന് വെച്ചാൽ അവൻ ചെയ്ത കാര്യങ്ങൾ, അവന്റെ ആ ഒരു പ്രവൃത്തികള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാരും സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തി എന്നൊക്കെ പറയൂലോ. അപ്പൊ അവന്റെ ആ ചെയ്ത കാര്യങ്ങളൊക്കെ എവരി വൺ വാസ് പ്ലീസ്ഡ് ബൈ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ ഈ നോട്ടിൽ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ അല്ലാണ്ട് പല ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു സെന്റൻസിൽ നിന്ന് ഫ്രെയിം ചെയ്യാം. അതിപ്പോ ഇന്ന ക്വസ്റ്റ്യൻ തന്നെ ആവണമെന്നൊന്നുമില്ല, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്യാമല്ലോ. അപ്പൊ ഫസ്റ്റത്തെ നോക്കി, ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ. നമുക്ക് ഫസ്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സബ്ജക്റ്റ് അതിന്റെ ആൻസർ വന്ന രീതിയിൽ ചെയ്യാം. അതല്ലേ ഏറ്റവും ഈസി മെത്തേഡ്. അപ്പൊ ഹൂ, ഹിസ് എന്നല്ലേ ഇവിടെ കൊടുത്തേക്കണത്. ഇവിടെ ഹി അല്ലല്ലോ, ഹിസ് എന്നല്ലായിരുന്നു കൊടുത്തത്. അപ്പൊ ഇവിടെ ഹിസ് എന്നായോണ്ട് ഹൂസ് ഡീഡ്സ് പ്ലീസ് എവ്രി വൺ. ആ സമയത്ത് ഹിസിന് പകരം ഹി അല്ലെങ്കിൽ വി, ഷി, ഹി, അങ്ങനെ ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഹൂ യൂസ് ചെയ്യാം. ഇവിടെ ഹിസ് എന്നാണ് കൊടുത്തത്. പ്രോണൗൺ ഇത്തിരി വ്യത്യാസമില്ലേ, ഹിസ് എന്നല്ലേ വന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രം നമുക്ക് ഹൂസ് ഡീഡ്സ് പ്ലീസ്, ആരുടെ. ഇപ്പൊ അവന്റെ പ്രവർത്തികളല്ലേ അവരെ സന്തോഷിപ്പിച്ചെന്ന് പറഞ്ഞത്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? അവന്റെ പ്രവർത്തികൾ സന്തോഷിപ്പിച്ച്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ മലയാളത്തിന് ആരുടെ പ്രവർത്തികൾ അവരെ സന്തോഷിപ്പിച്ചെന്നല്ലേ ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ അതേപോലത്തെ ആരുടെ എന്ന് നമ്മൾ ചോദിക്കണ ഹൂസ് ആണ്. അപ്പൊ ഹൂസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ. ഹൂസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ, അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേപോലെ തന്നെ അടുത്തത്, ദ മദർ ടോൾഡ് ഹിം ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ്. അമ്മ അവൻ എന്തുകൊണ്ടാണ് വൈകി വന്നതെന്നുള്ള കാരണം പറഞ്ഞു. അപ്പം ലേറ്റ് ആയി വന്നതിന്റെ കാരണം അമ്മ പറഞ്ഞു. അതാണ് സെന്റൻസിന്റെ മീനിങ്. ദ മദർ ടോൾഡ് ഹിം ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ്. അപ്പം ഇത് നമുക്ക് എങ്ങനെ, സബ്ജക്റ്റ് എന്താ? മദർ അല്ലേ. അപ്പം മദർ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാം. ദ മദർ എന്നല്ലേ അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഹൂ എന്നുള്ള പ്രോണൗൺ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈസി ആയിട്ട് കൊടുക്കാം. ഹൂ ടോൾഡ് ഹിം ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റും വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. പിന്നെ പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് സെന്റൻസിൽ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഹൂ ടോൾഡ് ഹിം ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അടുത്ത എന്താ? ദേ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. അവര് വൈകുന്നേരം ഷോപ്പിലേക്ക് പോകണം എന്നാണ് പറഞ്ഞേക്കണം. അപ്പൊ അവിടെ ഇവിടുത്തെ സബ്ജക്ട് ദേ അല്ലേ. അപ്പൊ പിന്നെ നമുക്ക് ഹൂ തന്നെ യൂസ് ചെയ്യാം. ഹൂ ഷുഡ്, അവര് പോകണം. ആരാണ് പോകേണ്ടത്? ഹൂ ഷുഡ് ഗോ. നമുക്ക് വേണമെങ്കിൽ എവിടെയാണ് പോകേണ്ടത് എന്ന് ചോദിക്കാം. വേർ ഷുഡ് ദേ ഗോ. അപ്പൊ ഷോപ്പ് ആൻസർ കിട്ടും. എവിടെ എന്നുള്ളത് വേറല്ലേ. പിന്നെ എങ്ങോട്ടാ പോകണം അല്ലെങ്കിൽ എവിടെയെന്നല്ല, ലൈക്ക് ടൈം,
എപ്പോഴാണ് പോകേണ്ടത്. അപ്പൊ നമുക്ക് വെൻ യൂസ് ചെയ്യാം. അപ്പൊ വെൻ ഷുഡ് ദേ ഗോ ടു ദ ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈവനിങ് ആൻസർ കിട്ടും. വേർ എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഷോപ്പ് എന്ന് ആൻസർ പറയാം. ആരാണ് പോകേണ്ടത്? അപ്പൊ ഹൂ കേട്ടോ. അപ്പൊ നമുക്ക് ഈ നമ്മൾ പഠിച്ച ആ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺസ് ഇല്ലേ, ഹൂ, ഹൂസ്, ഹും, വിച്ച്, അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. അത്രേ ഉള്ളൂ ഇതില്. പിന്നെ ലാസ്റ്റ് വൺ, ഇറ്റ് ഹിയേഴ്സ് ടു ബി ഹാപ്പി. അപ്പൊ വേണി ഇറ്റ് എന്നുള്ളത് നമുക്ക് അതൊരു ഹൂ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് വിച്ച് ആണെങ്കിലും കുഴപ്പമില്ല. കാരണം ഇറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും പേഴ്സൺസിനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായിരുന്നു ആ ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് എക്സാമിന് വന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറെയും കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. നേരത്തെ പറഞ്ഞതിന്റെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിന്റെ ആൻസേഴ്സ് ആണ് ഈ കൊടുത്തേക്കുന്നതല്ല. വാട്ട് പ്ലീസ്ഡ് എവ്രി വൺ കണ്ട സബ്ജക്ട് വെച്ചിട്ട് അവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. പിന്നെ വാട്ട് ഡിഡ് ഹിസ് മദർ ടെൽ ഹിം, എന്താണ് അമ്മ പറഞ്ഞത്. ദ റീസൺ. ഹൂ ഷുഡ് ദേ ഗോ, അവര് എവിടെയാണ്, ആരാണ് പോകേണ്ടത്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ തെറ്റാ, അത് വിട്ടേക്ക്. ദെൻ വാട്ട് ഡസ് ഇറ്റ് ഹിയർ, എന്താണ് അത് കേൾക്കുമ്പോൾ എന്താണ്, അതാണത്. വാട്ട് ഡസ് ഇറ്റ് ഹിയർ, ഇറ്റ് എന്തായിരുന്നു ആൻസർ പുറത്ത്. ഇറ്റ് ഹിയേഴ്സ് ടു ബി ഹാപ്പി. അപ്പൊ ഹാപ്പി ഹാപ്പി. ഓക്കെ. അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഇപ്പൊ അതേ കൊടുത്തേക്കാണ്ട ഈ ഹിസ് ഡീഡ്സ് ടു ബി ഹാപ്പി, ടീച്ചർ ഇൻ ദ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വേർഡ്സ് അങ്ങനത്തെ ഉള്ളതിനൊക്കെ നൗൺ ഫ്രേസസ് എന്ന് പറയും. ഫ്രേസസ് എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചല്ലോ. ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അത് കുറച്ച് മീനിങ് ഉണ്ടെങ്കിൽ അത് നൗൺ ഫ്രേസസ് എന്ന് പറയും. പിന്നെ നൗൺ ആയിട്ട് നമ്മൾ അതിന് സെന്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൗൺ ഫ്രേസസ് എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ വേർഡ്സിനെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമ്മൾ നൗൺ ഫ്രേസസ് എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ അതിൽ. ക്ലിയർ ആയി ഇപ്പൊ അത്? ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും ഭാഗം ക്ലിയർ ആവാത്തത് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒന്നും കൂടി പറയണോ? യെസ് മാം, ഒന്ന് പറയും, ഞങ്ങളിപ്പോ കേറിയിട്ടുള്ളൂ. അയ്യോ, ഓക്കെ, പറയാട്ടോ, കുഴപ്പമില്ല. നമ്മള് കുറച്ച് എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. എക്സാമ്പിള് പറയണായിരുന്നു എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തതെന്നുള്ളത്. ഫസ്റ്റത്തെ ആ സെന്റൻസ് മാത്രം നോക്കട്ടെ. അതെ, ഈ സെന്റൻസ്. ടിൻഡു സാങ് എ സോങ് ടു ഹിസ് മദർ. ടിൻഡു എന്ന് പറഞ്ഞ ഒരാള് മേ ബി ഒരു കൊച്ച് ഒരു പാട്ട് പാടി അവന്റെ അമ്മക്ക് പാട്ട് പാടി കൊടുത്തെന്നാണ് ആ സെന്റൻസ് മീൻ ചെയ്യണത്. നമുക്ക് ഇനി അത് വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യണം. നമുക്ക് ആ സബ്ജക്റ്റ് ആയ ടിൻഡു ആൻസർ വന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം അല്ലെ? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യണത്? ഹൂ സാങ് ദ സോങ് എന്ന് ചോദിച്ചാൽ മതി. ഹൂ സാങ് ദ സോങ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആൻസർ എന്തായിരിക്കും? ആരാണ് പാട്ട് പാടിയത് എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിൽ തന്നെ ഡയറക്ട്ലി പോവും ടിൻഡു എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ടിൻഡു സാങ് എ സോങ് ടു ഹിസ് മദർ. ഇനി രണ്ടാമത്തത് നോക്കിയേ. വാട്ട് ഡിഡ് ടിൻഡു സിങ്, അവൻ എന്താണ് പാടിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റിലേക്കാണ് ചോദിക്കുന്നത്. അപ്പൊ വാട്ട് ഡിഡ് ടിൻഡു സിങ്, അവൻ എന്താ പാടിയത്? അവനൊരു പാട്ട് പാടി കൊടുത്തു. അടുത്തെന്താ? ഹും ഡിഡ് ഹി സിങ് ദ സോങ് ടു. ഇവിടെ ഹൂ അല്ല ഹും എന്നാക്കണം കേട്ടാ. ഹും ഡിഡ് ഹി സിങ് ദ സോങ് ടു, അവൻ ആർക്ക് വേണ്ടിയാണ്, ആരോടാണ് അവൻ പാടിക്കൊടുത്തത്? പാട്ട് ആർക്കാണ് പാടിക്കൊടുത്തത്? ഹും ഡിഡ് ഹി സിങ് ദ സോങ് ടു. അമ്മക്ക്. ടു ഹിസ് മദർ. ടിൻഡു സാങ് എ സോങ് ടു ഹിസ് മദർ. നമുക്ക് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രെയിം ചെയ്യാം. ഒരു സെന്റൻസ് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ സബ്ജക്റ്റ് ചോദിക്കുക, അതിന്റെ ഒബ്ജക്റ്റിലേക്ക് ചോദിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ചോദിക്കാം. അതാണ് ആദ്യത്തെ എക്സസൈസ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ വേറെ കുറച്ച് എക്സസൈസസും കൂടെ അടി കൊടുത്തിട്ടുണ്ട്. നൗൺ ഫ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, മീനിങ് ഫുൾ ആയിട്ടുള്ള, അതില് സബ്ജക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, മീനിങ് ഉള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അത് നൗൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നൗൺ ഫ്രേസസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഹിസ് ഡീഡ്സ് എ. ക്വസ്റ്റ്യൻ നമ്പർ എ. ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ. അവന്റെ പ്രവർത്തികൾ. അപ്പൊ ഹിസ് ഡീഡ്സ്, അവന്റെ പ്രവർത്തികൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്, എല്ലാവരും തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തി എന്നാണ് അതിന്റെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എങ്ങനെ ചോദിക്കാം? രണ്ട് രീതിയിൽ ചോദിക്കാം. ഹൂസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ നമുക്ക് ചോദിക്കാം. ആരുടെ ഡീഡ്സ്,
ആരുടെ പ്രവർത്തികളാണ് എല്ലാവരെയും ഇതാക്കി ഇഷ്ടപ്പെടുത്തിയത്. അപ്പൊ ഹിസ് ഡീഡ്സ് എന്ന് വരാം. പിന്നെ അത് ഹിസ് വെച്ചിട്ടുള്ളത്. ഇനി മൊത്തം ഈ ഹിസ് ഡീഡ്സ് മൊത്തം വരണം എനിക്ക് ആൻസറിൽ. ഹിസ് ഡീഡ്സ് എന്നുള്ളത് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും എന്ത്, അവന്റെ പ്രവൃത്തിയല്ലേ. അപ്പൊ അതിന് നമുക്ക് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. അപ്പൊ വോട്ട് പ്ലീസ്ഡ് എവരി വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രവൃത്തികള്, അവർക്ക് സന്തോഷം കൊടുത്തത് എന്താണ്, അവന്റെ പ്രവൃത്തികളല്ലേ. അപ്പൊ ഹിസ് ഡീഡ്സ് വോട്ട് പ്ലീസ്ഡ് എവരി വൺ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവരി വൺ. അങ്ങനെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. പല രീതിയിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാന്നുള്ളതാണ് ഈ എക്സസൈസിൽ നമ്മൾ നോക്കുന്നുള്ളൂ. അടുത്ത ബി നോക്കിക്കേ. ദ മദർ ടോൾഡ് ഹിം ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ്. അമ്മ അവൻ വൈകി വന്നതിന്റെ റീസൺ പറഞ്ഞു എന്നാണ് പറയണത്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിന്റെ സബ്ജക്റ്റ് വന്ന രീതിയിൽ പറയാലോ, ഒബ്ജക്റ്റ് വന്ന രീതിയിൽ പറയാം. അപ്പൊ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് വെച്ചിട്ട് ചോദിക്കണതായിരിക്കും. അപ്പൊ ദ മദർ അല്ലേ ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ ദ മദർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം, ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ഏതായിരിക്കും? ദ മദർ, മദർ എന്നല്ലേ പറയാം. Who told him? അപ്പൊ ഹൂ മതി. അപ്പൊ ഹൂ ടോൾഡ് ഹിം ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ്, ആരാണ് പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ ഈസി ആയിട്ടുള്ള മെത്തേഡ് അതാ. പിന്നെ അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ സി, ദേ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. അവര് വൈകുന്നേരം അവരുടെ ഷോപ്പിൽ പോണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതും ഈസി ആയിട്ട് ചോദിക്കാം. അതിന്റെ സബ്ജക്റ്റിൽ ചോദിച്ചാൽ മതി ഹൂ ഷുഡ് ഗോ ടു ദ ഷോപ്പ്. ഇനി അതല്ലാണ്ട് ഇനി ഒബ്ജക്റ്റ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചോദിക്കാം, വെൻ ഷുഡ് ദേ ഗോ. അപ്പൊ അതിന്റെ ആൻസർ ഈവനിങ്. ദേ ഷുഡ് ഗോ ഇൻ ഈവനിങ് എന്നും വരാം. യെസ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം, നോ പ്രോബ്ലം. അപ്പൊ ദേ ഷുഡ് ഗോ ടു ദ ഷോപ്പ്. അപ്പൊ ദേ എന്ന് വന്ന രീതിയിൽ ചോദിക്കണമെങ്കിൽ ഹൂ, പിന്നെ ഇനി എവിടെയാണ് പോണത് എന്നുള്ളത് വേർ, പിന്നെ എപ്പോഴാണ് ടൈം, സ്പെസിഫിക് ടൈം ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെൻ. നിങ്ങൾ ഇതൊക്കെ ഈ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺസ് ഒക്കെ ഒന്ന് ഇടക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഒരു സെന്റൻസ് ഒക്കെ ഫ്രെയിം ചെയ്യാനും നമുക്ക് കമ്മ്യൂണിക്കേഷനും അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇൻട്രോഗേറ്റീവ് പ്രോണൗൺസ് തന്നെ റിലേറ്റീവ് പ്രോണൗൺസ് ആയിട്ടും വന്നില്ലേ. അപ്പൊ അത് ഇടക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. മെയിൻ ആയിട്ട് ഹൂ എന്ന് പറയുന്നത് എന്താ, പേഴ്സൺസിനെ യൂസ് ചെയ്യാനാണ്. പിന്നെ ഹൂസ് ഒക്കെ ചോദിക്കണം എന്താ, എന്തെങ്കിലും ഒരു ബിലോങ്ങിങ്, അവന്റേതാണ് അല്ലെങ്കിൽ ഇത് എന്റേതാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഹൂസ് വന്നത്. പിന്നെ വേറെന്താണ്, വേർ വന്നത് സ്ഥലം സ്പെസിഫൈ ചെയ്ത് ചോദിക്കണമെങ്കിൽ വേർ വരും. സമയമാണ് സ്പെസിഫൈ ചെയ്ത് ചോദിക്കണമെങ്കിൽ വെൻ വരും. പിന്നെ ഇത് ഒന്നും പെടാണ്ടും ഇപ്പൊ നോൺ ലിവിങ് തിങ്സ് ഒക്കെയാണ് നമുക്ക് ചോദിക്കണമെങ്കിൽ വിച്ച് യൂസ് ചെയ്യും നമ്മൾ. ഇത് തന്നെയാണ് റിലേറ്റീവ് പ്രോണൗണിലേക്കും വരുമ്പോഴും നമ്മൾ യൂസ് ചെയ്യണത്. അപ്പൊ ഇത് മറക്കരുത് കേട്ടോ. അത് ഹൂ പേഴ്സണ്, വിച്ച് നോൺ ലിവിങ് തിങ്ങിന്, വേർ സ്ഥലത്തിന്, വെൻ. ഒന്ന് സ്ലോവിൽ പോയി അത് ഒന്ന് പറഞ്ഞില്ല ആ വാക്കുകള് എഴുതാനാണ്. അന്ന് എഴുതിയെടുത്തോ. ഹൂ പേഴ്സൺ, ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഹൂ യൂസ് ചെയ്യണത്. ഇനി വേറെ നമ്മള് സ്പെസിഫിക് പ്ലേസിന് വേണ്ടിയാണ്. സ്ഥലം എന്തെങ്കിലും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വേറെ നമ്മൾ യൂസ് ചെയ്യും, വേർ സ്ഥലം. പിന്നെ വെൻ നമ്മൾ യൂസ് ചെയ്യണത് സമയം കറക്റ്റ് ആയിട്ട് ഇതാക്കാനാണ് വെൻ. വിച്ച് കൂടുതൽ യൂസ് ചെയ്യണത് നോൺ ലിവിങ് തിങ്ങിന്, പേഴ്സൺ അല്ലാത്ത ആളുകൾക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ല വിച്ച്. അല്ലാതെ വന്ന ആനിമൽസിന് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സിനൊക്കെ വിച്ച് യൂസ് ചെയ്യും. ഇത്ര ഓർത്തിരിക്കുക. ഹൂ സ്ഥലത്തിന്, ഹൂ പേഴ്സൺ, വേർ പ്ലേസ്, വെൻ ടൈം, ദെൻ വേറെ ഏതാ ബാക്കിയുള്ളത് പറഞ്ഞ കൊണ്ട് ഉണ്ടായിരുന്നല്ലോ, വിച്ച്. യെസ്, വിച്ച് നോൺ ലിവിങ് തിങ്. അത്ര ഓർത്തിരിക്കുക. നോൺ ലിവിങ് തിങ്ങും ആനിമൽസിനും നമുക്ക് വിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, എഴുതിയില്ലേ? ഓക്കെ. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഡിയും കൂടെ ഉണ്ട്. ഇറ്റ് ഹിയേഴ്സ് ടു ബി ഹാപ്പി. അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ വാട്ട് ഹിയേഴ്സ് ടു ബി ഹാപ്പി നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഹാപ്പി വന്ന രീതിയിലാണെങ്കിലും ഇത് ഇവിടെ കൊടുത്തേക്കണ പോലെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. വാട്ട് ഡസ് ഇറ്റ് ഹിയർ, അതൊരു സുഖമില്ല. വാട്ട് ഡസ് ഇറ്റ് ഹിയർ അത് വേണ്ട കേട്ടോ. വാട്ട് ഡസ് ഇറ്റ് ഹിയർ ഒന്നും വേണ്ട. അതിലും നല്ലത് വാട്ട്
ഹിയേഴ്സ് ടു ബി ഹാപ്പി, അല്ലെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് ഹിയേഴ്സ് ടു ബി ഹാപ്പി, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ മതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തെടുക്കാം. ഇപ്പൊ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി വന്ന രീതിയിലാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇങ്ങനെയുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മെയിൻ ആയിട്ട് സബ്ജക്റ്റ് വന്ന രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ പിന്നെ തെറ്റ് വരില്ല. ഒബ്ജക്റ്റിലേക്കൊക്കെ വരുമ്പോഴാണ് തെറ്റുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ എക്സാമിനൊന്നും അങ്ങനെ വരത്തില്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞു നോക്കാം. ഓക്കെ, മാം ഈ ഡീൽ എന്താണ് മാം ശരിക്കും വരുന്നത്? എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്? ഡീല് നമുക്ക് വാട്ട് ചേർത്ത വാട്ട് ഹിയേഴ്സ് ടു ബി ഹാപ്പി, അല്ലെങ്കിൽ മതി. വാട്ട് ആവുമ്പോ ഇറ്റ് കറക്റ്റ് വരുമല്ലോ. വാട്ട് ഹിയേഴ്സ് ടു ബി ഹാപ്പി. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻസ്. നൗൺ ക്ലോസസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അതിലേക്ക്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഹിസ് ഡീഡ്സ്, മറ്റേ പിന്നെന്താ ടു ബി ഹാപ്പി എന്നൊക്കെ പറഞ്ഞൊക്കെ ഈ ഫ്രേസസ്, കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഫ്രേസസ്, നൗൺ ആയിട്ട് യൂസ് ചെയ്ത് നൗൺ ഫ്രേസസ് എന്ന് പറയും. ഇനി നമുക്ക് വേറെയും ഇതേപോലെ തന്നെ നൗൺ ക്ലോസസ് ഇതേ തന്നെ എക്സസൈസ് തന്നെ. ഒരു സെന്റൻസ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. അതന്നെ ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് ഈ എ വേണ്ട കേട്ടോ, എ വേണ്ട, തെറ്റാണ്. ബി നോക്കിയാൽ മതി കേട്ടോ. ദ മദർ ആസ്ക്ഡ് ഹിം വൈ ഹി വാസ് ലേറ്റ്. അമ്മ ചോദിച്ച് വൈ ഹി വാസ് ലേറ്റ് എന്ന് ചോദിച്ചു. അതൊരു സെന്റൻസ്. വൈ ഹി വാസ് ലേറ്റ്. ദെൻ അടുത്ത സെന്റൻസ് നോക്കിയേ. വി ഷുഡ് ലേൺ ടു വാട്ട് ദ ടീച്ചർ ടേക്ക് ഇൻ ദ ക്ലാസ്. വി ഷുഡ് ലേൺ, നമ്മൾ പഠിക്കണം. ടീച്ചർ എന്ത് ക്ലാസ്സിൽ എടുത്താലും നമ്മൾ പഠിക്കണം എന്നാണ് ആ സെന്റൻസ് മീൻ ചെയ്യണം. ഇറ്റ് സീംസ് ദാറ്റ് ഇറ്റ് ഇസ് ഗുഡ്. അതിന്റെ മീനിങ് എന്താ? നല്ലതാണെന്നാ തോന്നണത്, നമ്മൾ പറയില്ലേ, അതാണ്. അങ്ങനെ 3 സെന്റൻസ് ഉണ്ട്. ഇനി can you identify the function of the group of words underlined in the above sentences? What are they? ഇതിലെന്താ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ? ദ മദർ ആസ്ക്ഡ് ഹിം വൈ ഹി വാസ് ലേറ്റ്. അവിടെ അത് സബ്ജക്റ്റ് ആണോ ഒബ്ജക്റ്റ് ആണോ? അതിന്റെ വൈ ഹി വാസ് ലേറ്റ് നമ്മൾ പറയുമ്പോ ഏതാണത്? ഒബ്ജക്റ്റ്. ഒബ്വിയസ്ലി ഒബ്ജക്റ്റ് ആണ്. മദർ അല്ലേ നമ്മുടെ സബ്ജക്റ്റ്. പത്രം ഓർത്തുന്നതാണ്. അപ്പൊ ഒബ്ജക്റ്റിലേക്കാണ് അവിടെ ഇത് വന്നത്. വി ഷുഡ് ലേൺ ടു വാട്ട് ദ ടീച്ചർ ടേക്ക് ഇൻ ദ ക്ലാസ്. ടീച്ചർ എന്തെടുക്കണം നമ്മൾ പഠിക്കണം എന്നാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതെന്തായിരിക്കും? അവിടെ നേരത്തെ നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ടു എന്ന് പറയുന്നത് പ്രിപ്പൊസിഷൻ. അപ്പൊ ഇവിടെയും ആ ടു വന്നിട്ടില്ലേ? ഇവിടെ ആ ടു വന്ന് പ്രിപ്പൊസിഷൻ അനുസരിച്ചാണ് ആ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അതാണ് അവിടെ ആ എക്സ്പ്ലനേഷനിൽ കൊടുത്തേക്കണതില്ലേ? ഇത് വേണ്ട, പ്രിപ്പൊസിഷൻ. അവിടെ ആ ടു എന്ന് പറയുന്ന ആ പ്രിപ്പൊസിഷൻ ഉള്ളതാണ് ഇവിടെ. അതാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ ലാസ്റ്റ് എന്താ? ഇറ്റ് സീംസ് ദാറ്റ് ഇറ്റ് ഇസ് ഗുഡ്. നമുക്ക് ഇത് നല്ലതാണെന്ന് തോന്നുന്നു. അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് പറയണത്. ആ വേർബിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് പറയണമെന്നുള്ളൂ. അതൊന്നും വലിയ ആവശ്യമുള്ളതൊന്നും അല്ല. ജസ്റ്റ് നിങ്ങളതൊന്നും വായിച്ച് എന്താണ് അതിന്റെ മീനിങ് ഒക്കെ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ നിന്ന് വരത്തില്ല. ഇനി വന്നതാണ്. ഇനിയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമിനൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിൽ നിന്നാണ്. അടുത്ത നോക്കിയ 2 സെന്റൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെല്ലാരും ശ്രദ്ധിക്കട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. എന്താണ് ആ സെന്റൻസിന്റെ മീനിങ് ഒക്കെ എന്താണെന്ന് നോക്കിയാൽ മതി. ഇനി ഇത് ശ്രദ്ധിക്കട്ടെ എല്ലാവരും. വൈ അഞ്ജു ഇസ് ആബ്സെന്റ് ഇസ് നോട്ട് നോൺ. അഞ്ജു എന്തുകൊണ്ടാണ് ആബ്സെന്റ് ആയത് അത് അറിയത്തില്ല എന്നാണ് പറയുന്നത്. വൈ അഞ്ജു ഇസ് ആബ്സെന്റ് ഇസ് നോട്ട് നോൺ. ആ സെന്റൻസിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതിയേക്കണതാണ്. എന്താ എഴുതിയേക്കണത് അവിടെ? ഇറ്റ് ഇസ് നോട്ട് നോൺ വൈ അഞ്ജു ഇസ് ആബ്സെന്റ്. കണ്ട, അപ്പം വൈ അഞ്ജു ഇസ് ആബ്സെന്റ് ഇസ് നോട്ട് നോൺ അതൊരു ക്വസ്റ്റ്യൻ. അതേ ക്വസ്റ്റ്യൻ തന്നെ സെന്റൻസ് ആക്കി പറഞ്ഞേക്കണേ. ഇറ്റ് ഇസ് നോട്ട് നോൺ വൈ അഞ്ജു ഇസ് ആബ്സെന്റ്. അപ്പൊ ആ വൈ അഞ്ജുവിന് പകരം ഇറ്റ് എന്നുള്ള വേർഡ് ചേർത്തിട്ട് നമ്മൾ അവിടെ വേറെ രീതിയിലാക്കിയേക്കണേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും.
ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. വൈ അഞ്ജൂസ് ആബ്സെന്റ് ഇസ് നോട്ട് നോൺ. അത് തന്നെ വേറൊരു സെന്റൻസ് ആക്കി ചോദിച്ചേക്കണേ. ഇറ്റ് ഇസ് നോട്ട് നോൺ വൈ അഞ്ജൂസ് ആബ്സെന്റ്. ഇനി ഇതേ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. നോക്കിയേ, ഇവിടെ ഇറ്റ് ചേർത്താൽ മതി എല്ലാത്തിലും. The fact that man first conquered Everest in 1953 is known to every schoolboy. അപ്പൊ എന്താ ആ സെന്റൻസിൽ എന്താ പറയണത്? എവറസ്റ്റ് കീഴടക്കിയത് 1953 ആണെന്ന് എല്ലാവർക്കും അറിയാം. കുറച്ച് സെന്റൻസസ് കൊടുത്തേക്കണുണ്ട് അതൊക്കെ. അടുത്ത സെന്റൻസിൽ എന്താ? ദ റീസൺ വൈ അവർ ടീച്ചർ ഇസ് ആബ്സെന്റ് ടുഡേ ഇസ് നോട്ട് നോൺ ടു അസ്. ഞങ്ങളുടെ ടീച്ചർ ആബ്സെന്റ് ആയത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടും സെന്റൻസും ഇതിനാണ് ഈ ഓപ്പോസിഷൻ സെന്റൻസ് എന്ന് പറയുന്നത്. അതായത് കാര്യം ക്ലിയർ അല്ല. രണ്ട് രീതിയിൽ നമ്മൾക്ക് പറയാം. ഇപ്പൊ ഈ സെന്റൻസ് രണ്ട് രീതിയിൽ പറഞ്ഞില്ല, അതിനാണ് ഈ ഓപ്പോസിഷൻ ടു എ നൗൺ എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമ്മൾ ഈ രണ്ട് സെന്റൻസ് ചോദിച്ചില്ലേ, വൈ അഞ്ജൂസ് ആബ്സെന്റ് ഇസ് നോട്ട് നോൺ, അത് തന്നെ നമ്മൾ ഇറ്റ് ഇസ് നോട്ട് നോൺ വൈ അഞ്ജൂസ് ആബ്സെന്റ്. ഇത് രണ്ടും സെയിം മീനിങ് ആ, രണ്ടും രണ്ട് രീതി ചോദിച്ചെന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ രണ്ടെണ്ണം മന്നേനൊക്കെയാണ് ഈ ഓപ്പോസിഷൻ ടു എ നൗൺ എന്ന് പറയുന്നത്. അതാണ് ആ പറയാൻ. നമുക്ക് ഈ എക്സസൈസ് ചെയ്യാം. എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഈ എക്സസൈസ് ഒന്ന് നോക്കിക്കേ. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് സെന്റൻസ് തന്നേക്കണത്. ഫസ്റ്റ് സെന്റൻസ് നോക്കട്ടെ എല്ലാവരും. ടു ക്രോസ് എ ബിസി റെയിൽവേ ലൈൻ ഇസ് ഡേഞ്ചറസ്. ഈ സെന്റൻസിൽ ഇറ്റ് ചേർത്തിട്ട് സെന്റൻസ് ഉണ്ടാക്കണം. ഇറ്റ് ചേർത്തിട്ട് സെന്റൻസ് ആക്കാം. പിന്നെ ആൻസർ ഇപ്പൊ നോക്കല്ലേട്ടാ നിങ്ങൾ നോക്കാണ്ട് പറഞ്ഞു. ടു ക്രോസ് എ ബിസി റെയിൽവേ ലൈൻ ഇസ് ഡേഞ്ചറസ്. എങ്ങനെ ആൻസർ വരും? ഇറ്റ് ചേർത്തിട്ട് It is dangerous to cross a busy railway line. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ വരും കണ്ട. അപ്പൊ തിരിഞ്ഞു തന്നെയാണ്. ടു ക്രോസ് എ ബിസി റെയിൽവേ ലൈൻ ഇസ് ഡേഞ്ചറസ്. ഒരു ബിസി റെയിൽവേ ലൈൻ എപ്പോഴും പോണ തീവണ്ടികളൊക്കെ പോണ ആ ഒരു റെയിൽവേ ലൈൻ മുറിച്ചു കിടക്കുന്നത് ഭയങ്കര അപകടമാണ്. അതാണ് ആ പറയണത്. ടു ക്രോസ് എ ബിസി റെയിൽവേ ലൈൻ ഇസ് ഡേഞ്ചറസ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയണത്? നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്? ഇറ്റ് വെച്ച് തുടങ്ങണം. ഇറ്റ് വെച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഇറ്റ് ഇസ് ഡേഞ്ചറസ് ടു ക്രോസ് എ ബിസി റെയിൽവേ ലൈൻ. തിരിഞ്ഞു വരും. ഇറ്റ് ഇസ് ആ ലാസ്റ്റ് വന്നേക്കണ ആദ്യം വരും. ഇറ്റ് ഇസ് ഡേഞ്ചറസ് ടു ക്രോസ്. അത് അപകടമാണ്. എന്ത്? ടു ക്രോസ് എ ബിസി റെയിൽവേ ലൈൻ. ഇറ്റ് ഇസ് ഡേഞ്ചറസ് ടു ക്രോസ് എ ബിസി റെയിൽവേ ലൈൻ. ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, എന്നിട്ട് നമുക്ക് ആൻസർ നോക്കാം. ഇനി അടുത്തൊന്ന് നോക്കിക്കേ. അടുത്തത് that he got money is a surprise. That he got the money is a surprise. അത് നമുക്ക് ഇറ്റ് ചേർത്ത് എഴുതണം. It is a surprise that he got the money. തിരിഞ്ഞു വരും. അവസാനം കിടക്കുന്നത് ആ ഫ്രണ്ടിലേക്ക് തന്നെയാണ്. ഇറ്റ് ഈസ് എ സർപ്രൈസ് ദാറ്റ് ഹി ഗോട്ട് ദ മണി. ഈസി അല്ലേ അത്? ഇറ്റ് ഈസ് എ സർപ്രൈസ് ദാറ്റ് ഹി ഗോട്ട് ദ മണി. അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്തതും ചെയ്ത് നോക്കാം. ഇനി നോ ടു ഒബേ ട്രാഫിക് റൂൾസ് ഇസ് റോങ്. നോ അല്ല, നോട്ട് എന്നാണ്. അപ്പൊ നോട്ട് ടു ഒബേ ട്രാഫിക് റൂൾസ് ഇസ് റോങ്. അപ്പൊ എങ്ങനെ വരും? It is wrong not to obey traffic rules. Wrong. It is not to obey traffic rules. Yes. അടുത്തതാ, how he able to find his way. How he was able to find his way. അതെങ്ങനെ വരും? അത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആൻസർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇറ്റ് വെച്ച് തുടങ്ങണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. It is able to find his way. എന്താണ്? It is a question how he was able to find his way. It is able to find.
ഇറ്റ് ഇസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നോൺ ചേർക്കാം. ഇറ്റ് ഇസ് അല്ലെങ്കിൽ നോട്ട് നോൺ ഹൗ ഹി വാസ് ഏബിൾ ടു ഫൈൻഡ് ഹിസ് വേ. എക്സ്ട്രാ ആഡ് ചെയ്യുക. ഇറ്റ് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇറ്റ് ഇസ് നോട്ട് നോൺ ടു ഹൗ ഹി വാസ് ഏബിൾ ടു ഫൈൻഡ് ഹിസ് വേ. ഇവിടെ നിങ്ങളുടെ ഇതിന്റെ അകത്ത് ഏത് ആൻസർ കൊടുത്തേക്കണത് നോക്കട്ടെ. മാം ഇറ്റ് ഈസ് എ സർപ്രൈസ് ഹൗ ഹി വാസ് ഏബിൾ ടു ഫൈൻഡ് ഹിസ് വേ. മതി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ. ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ. ഇവിടെ ക്ലിയർ എന്നാണ് അവര് കൊടുത്തത്. നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഇറ്റ് ഇസ് എ സർപ്രൈസ് ദാറ്റ് പറഞ്ഞ അതും കൊള്ളാം, ആൻസറും കൊള്ളാം. ഓക്കെ, ഇറ്റ് ഇസ് എ സർപ്രൈസ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ അല്ലെങ്കിൽ ഇറ്റ് വാസ് നോട്ട് നോൺ ഹൗ ഹി വാസ് ഏബിൾ ടു ഫൈൻഡ് ഹിസ് വേ. ഇറ്റ് വെച്ച് തുടങ്ങിയാൽ മതി. ഇറ്റ് വെച്ചിട്ട് തുടങ്ങിയാൽ മതി. അടുത്ത നോക്കിയേ, ഈ വെദർ ഹി വുഡ് ബിലീവ് ദ ട്രൂത്ത് ഇസ് ഡൗട്ട്ഫുൾ. അവനിത് വിശ്വസിച്ചു എന്നുള്ളത് നമുക്കൊരു സംശയമാണ്. അതാണ് പറയുന്നത്. വെദർ ഹി വുഡ് ബിലീവ് ദ ട്രൂത്ത് ഇസ് ഡൗട്ട്ഫുൾ. എങ്ങനെ പറയും? It's doubtful whether he would believe the truth. യെസ്, തിരിച്ചിട്ടാ മതി, വേറെ ഒന്നുമില്ല. ഇറ്റ് ഇസ് ഡൗട്ട്ഫുൾ വെദർ ഹി വുഡ് ബിലീവ് ദ ട്രൂത്ത്. അടുത്ത നോക്കിയ ലാസ്റ്റ് വൺ, വേർ ഹി ലിവ് സ്റ്റിൽ റിമെയിൻസ് എ മിസ്റ്ററി. It is a mystery. Where he lived. It is a mystery. Yes, where he still lives. അത്രേ ഉള്ളൂ. ഈസിയാണത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനത്തെ ഇറ്റ് വെച്ചിട്ട് വരാം. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത സബ്ജക്ട് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യണത് അതും വരാം, പിന്നെ ഇതും വരാം. അത്രേ വരത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ഈ എക്സ്പ്ലനേഷനും ഈ ഓപ്പോസിഷൻ ഓഫ് നൗൺ എന്നൊക്കെ കാണുമ്പോൾ പേടിക്കണ്ട. ഇതൊന്നുമില്ല. ഇങ്ങനെ രണ്ട് രീതിയിലൊക്കെ ഇത് പറയണതിനെ ഈ പറയണത്. രണ്ട് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ ഒരു സെന്റൻസിനെ തന്നെ രണ്ട് രീതിയിൽ പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മൾ ചെയ്ത എക്സസൈസ് ഇല്ലേ, അതിൽ രണ്ട് രീതിയിൽ നമ്മൾ ഇറ്റ് ചേർത്തിട്ട് പറഞ്ഞില്ല. അതിനൊക്കെയാണ് ഈ ഓപ്പോസിഷൻ നൗൺസ് എന്നൊക്കെ പറയണത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതിലെ മുകളിൽ കുറച്ച് സെന്റൻസ് ഉണ്ട്, അതും കൂടെ നമുക്ക് വായിക്കാം. ഇറ്റ് ഈസ് വെൽ നോൺ ദാറ്റ് ഇറ്റ് മൂവ്സ് അറൌണ്ട് ദ എർത്ത്. ഇറ്റ് ഈസ് വെൽ നോൺ ദാറ്റ് ഇറ്റ് മൂവ്സ് അറൌണ്ട് ദ എർത്ത്. അപ്പൊ അവിടെ എന്തോ മൂണായിരിക്കും മേ ബി അത് പറയണത്. അപ്പൊ എല്ലാവർക്കും അത് നോൺ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മൂവ് അറൌണ്ട് എർത്ത്. ഇതിന്റെ ആൻസേഴ്സ് മാത്രം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയൂ. നാലാമത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആൻസേഴ്സ്. ഞാന് നോട്ടായിട്ടാണ് ഫോളോ ചെയ്യണത്, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറയാം എന്റെ ആൻസേഴ്സ് പറയാം. ഫസ്റ്റ് വൺ ആൻസർ എയുടെ ആൻസർ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ എയുടെ ആൻസർ, ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു. എഴുതിയിട്ടുണ്ട് മിസ്സേ, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഒന്ന് ക്ലിയർ, തെറ്റാണോ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ക്രോസ് എ ബിസി റെയിൽവേ ലൈൻ. ഫസ്റ്റ് അതിന്റെ ആൻസർ, ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ക്രോസ് എ ബിസി റെയിൽവേ ലൈൻ. അടുത്ത ബി, ഇറ്റ് ഈസ് എ സർപ്രൈസ് ദാറ്റ് ഹി ഗോട്ട് ദ മണി. ഇറ്റ് ഈസ് എ സർപ്രൈസ് ദാറ്റ് ഹി ഗോട്ട് ദ മണി. ഇനി സി, ഇറ്റ് ഈസ് റോങ് നോട്ട് ടു ഒബേ. അവിടെ ക്വസ്റ്റ്യനിൽ നോ എന്നാണ്, നോട്ട് എന്നാക്കണം കേട്ടോ അവിടെ. അപ്പൊ ഇറ്റ് ഈസ് റോങ് നോട്ട് ടു ഒബേ ട്രാഫിക് റൂൾസ്. ഇറ്റ് ഈസ് റോങ് നോട്ട് ടു ഒബേ ട്രാഫിക് റൂൾസ്. ഇറ്റ് ഈസ് റോങ് നോട്ട് ടു ഒബേ ട്രാഫിക് റൂൾസ്. ഇനി അടുത്ത ഡി, അത് നമ്മൾക്ക് ഇഷ്ടമുള്ള വേർഡ്സ് ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ നോട്ടിൽ കൊടുത്തേക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഹൗ ഹി വാസ് ഏബിൾ ടു ഡു ഇറ്റ്. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഹൗ ഹി വാസ് ഏബിൾ ടു ഡു ഇറ്റ്. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ. ഈ ക്ലിയറിന് പകരം സർപ്രൈസ് എന്നോ അല്ലെങ്കിൽ നോട്ട് നോൺ എന്നോ അൺനോൺ എന്നോ എന്തെങ്കിലും നമുക്ക് ചേർക്കാട്ടോ. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഹൗ ഹി വാസ് ഏബിൾ ടു ഡു ഇറ്റ്. Then option question number E, it is doubtful whether he would believe the truth. It is doubtful whether he would believe the truth. It is doubtful whether he would believe the truth. At the last one, it still remains a mystery where he lived. Where the question?
അതെങ്ങനെ വേണേലും ചെയ്യാം. ഇറ്റ് ഇസ് എ മിസ്റ്ററി വേർ ഹി ലിവ്, അതങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇറ്റ് സ്റ്റിൽ റിമെയിൻസ് എ മിസ്റ്ററി വേർ ഹി ലിവ്. ഇറ്റ് സ്റ്റിൽ റിമെയിൻസ് എ മിസ്റ്ററി വേർ ഹി ലിവ്. ഓക്കെ, കിട്ടിയില്ലേ? യെസ് മാം. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. ഇതില് വല്ല കാര്യമായിട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. അപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ സബ്ജക്ട് വെച്ചിട്ട് ഒബ്ജക്ട് വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. പിന്നെ ലാസ്റ്റ് എക്സസൈസും നിങ്ങൾ നോക്കാം. ഒരു സെന്റൻസിനെ രണ്ട് രീതിയിൽ പറയണ പോലെ, രണ്ട് രീതിയിൽ എങ്ങനെയാണ് പറയണത്, ഇറ്റ് ചേർത്തിട്ടും ഇറ്റില്ലാണ്ടും, സാധാ പ്ലെയിൻ സെന്റൻസും ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ പറയണത്. അതൊക്കെ നിങ്ങളുടെ വൊക്കാബുലറി സെന്റൻസ് മേക്കിങ്ങിന് വേണ്ടിയുള്ളതാണ് ഈ എക്സസൈസസ് ഒക്കെ. നിങ്ങൾക്ക് കുറച്ചും കൂടെ സെന്റൻസ്, ഇപ്പൊ ഒരു പ്ലെയിൻ സെന്റൻസ് അല്ലാണ്ട് വേറൊരു രീതിയിൽ ഇത്തിരി കൂടെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് പറയാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എക്സസൈസസ് ഒക്കെ. കേട്ടോ? അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഇതോടുകൂടെ കഴിയണേ. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഇതില് ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാത്തുണ്ടോ? ഈ ചെയ്തേക്കണ എക്സസൈസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ചാപ്റ്റർ. നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്താലോ? നമുക്കിന്ന് ഞാനൊരു സ്റ്റോറിയുടെ ഒരു ത്രെഡ് പറയാം. സ്റ്റോറിയുടെ ഒരു തുടക്കം മാത്രം. നമുക്കിനി ഇങ്ങനെ ഓരോരുത്തർ ഞാൻ പേര് വിളിക്കുന്ന ആൾക്കാര് ഇങ്ങനെ ബാക്കി ആ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് പോകണം. എത്രത്തോളം പോകാൻ പറ്റും നമുക്ക് അത്രയും ചെയ്യാം. ടൈം തീരണ വരെ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാനൊരു സെന്റൻസ് പറയാം. Two best friends went to a park. They played a lot. They enjoyed their day. Two friends, രണ്ട് ഫ്രണ്ട്സ് ഒരു പാർക്കിൽ പോയി. അവർ കുറെ കളിച്ചു. കുട്ടികളായിരിക്കും, മേ ബി ടു ചിൽഡ്രൻ. ഐ എം റെഫറിംഗ് ടു രണ്ട് കുഞ്ഞു കുട്ടികളുടെ കാര്യം പറയാം. They went to a park. They enjoyed their day. ഇനി സെറീന കേസ്. ബാക്കി ഒരു സെന്റൻസ്, ഓരോ സെന്റൻസ് വെച്ച് പറഞ്ഞാൽ മതി നിങ്ങൾ. ബാക്കി ആ സെന്റൻസ് സ്റ്റോറി ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. സെറീന എന്ന് ആൻസർ പറഞ്ഞ ഒരു സെന്റൻസ് പറഞ്ഞു. എന്തേലും ഒരു സെന്റൻസ്. രണ്ടു കുട്ടികൾ പാർക്കിൽ പോയി, അവർ ഒരുപാട് കളിച്ച്. Then the children tired very well. എന്താണ്? Then the children tired very well. When the children പറ. When the children Tired very well. tires. Tired. They were tired. The children were tired. Okay. The children were tired. Okay. അപ്പം two children went to park. They played together. They enjoyed their day. They were tired. അത്ര വരെ. നെക്സ്റ്റ്, അലൈന കൃഷ്ണ. ഒരു സെന്റൻസ് പറഞ്ഞേ. ഇപ്പൊ രണ്ട് കുട്ടികൾ പാർക്കിൽ പോയി, അവർ ഒരുപാട് കളിച്ച്, അവരവരുടെ ദിവസം മൊത്തം എൻജോയ് ചെയ്ത്. They were tired. അവർ ക്ഷീണിച്ച്, കളിച്ച് കഴിഞ്ഞപ്പോ അവർ ക്ഷീണിച്ച്. അലൈന ഒരു സെന്റൻസ് പറ. They want to drink water. They wanted to drink water. ഇനി എല്ലാം പാസ്റ്റ് ടെൻസിൽ പറയണം കേട്ടോ. They were tired. They wanted to drink water. പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഇനി പോണത്. ഓക്കെ. നെക്സ്റ്റ്, അലീഷ രതീഷ്. അലീഷ രതീഷ് കേൾക്കുന്നില്ലേ? അലീഷ
They very hungry. They were very hungry. Past tense. They were. ആറിന്റെ past tense വേറല്ലേ? അപ്പൊ they were hungry. They wanted to drink water. They were hungry. Next, Siji Samuel. പറഞ്ഞേ Siji. Siji. Yes, ma'am. They went to the shop to buy an ice cream. After having the ice cream, they bought some snacks and water. Having that, they were feeling fresh, and they went to the park again to play back. They had their food, they had some snacks, and they went back to park. They went back to their playing. They went back to play again. അവര് ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് അവര് തിരിച്ച് പാർക്കിലേക്ക് പോയി. ഓക്കെ, നെക്സ്റ്റ് ആലിഷ് ഫസ്ന. Then they are enjoyed the playing and then they enjoyed. അവിടെ ആറ് വേണ്ട. then they enjoyed. Then they enjoyed some rides. Then they enjoyed going to some rides. Okay. Right. Next, Sujata Praveen. While going through the rides, they saw another friend, and she also joined them, and they started playing more games. അപ്പം അവർ കളിക്കുന്ന ഇടയിൽ വേറൊരു ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്ത് then they started to play together. അതാണ് ഇപ്പൊ സുജാത പറഞ്ഞത്. അപ്പൊ വേറൊരു ഫ്രണ്ടും കൂടെ വന്നു. ഓക്കെ, then ഇത്തിരി ട്വിസ്റ്റ് വരുത്ത കഥയിൽ ഇത്തിരി ട്വിസ്റ്റ് വരുത്ത്. നെക്സ്റ്റ്, അൽഫോൺസ് എസ് പറ. They also met their old friends in the park. ഓക്കെ, പഴയ കുറച്ച് ഫ്രണ്ട്സിനെയും കണ്ട്. ഓക്കെ, then അനശ്വര. Yes, miss. പറഞ്ഞോ. They played in park, and they enjoy the wonderful times. Her wonderful times. മതി എൻജോയ് ചെയ്തത്. ഇനി വേറെ ട്വിസ്റ്റ് വരുത്തിക്ക്. എൻജോയ് പറഞ്ഞാ പിന്നെ എല്ലാരും എൻജോയ് പിടിച്ചോളും. എൻജോയിങ് മതി, അത്ര എൻജോയ് ചെയ്താൽ മതി. ഇനി അടുത്ത ട്വിസ്റ്റ് ഇങ്ങനെ പറയാം. One person was looking at them. One person was really noticing them. അങ്ങനെ ഒരു രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ നല്ല ട്വിസ്റ്റ് വരുള്ളൂ കഥ. They share snacks to the new. Another person. Another person looks the children. Watch the children, and yes. they. അത് പറയാലോ മിസ്. പറ. Another person watch the children, and he come and near told what are you doing. അപ്പം ഇങ്ങനെ പറയണം ആ സെന്റൻസ്. A person was watching them and he came near them and he asked, what are you doing? And he asked, what are you doing? Another person came. Another person was watching them. Another person was watching them and he came near them. He came near them and asked, what are you doing? And asked, what are you doing? അടുത്ത് കാർത്തിക. He asked, did you want anything to drink, or did you wish to have anything? Do you wish to have? Do you wish to have? He asked. Okay. അപ്പൊ നമ്മൾ സ്റ്റോറി പറയണ ആസ്റ്റ് നമ്മൾ ഓൾറെഡി പാസ്റ്റ് ടെൻസിലാ പറയണത്. എന്നാലും നമ്മൾ ഡയലോഗ്സ് പറയുമ്പോൾ നമുക്കത് പ്രസന്റിൽ തന്നെ പറയാം. അപ്പൊ ദ പേഴ്സൺ ആസ്റ്റ്, do you wish to have something else? The person asked, do you wish to have something else? Okay. Then Anjita Ravi.
അഞ്ജിത. ഹലോ മാം. ആ പറഞ്ഞോ, അടുത്ത ഒരു സെന്റൻസ്. നത്തിങ് സാർ, വി ഡിസൈഡ് ടു സിറ്റ് ആൻഡ് പ്ലേ ഫോർ എ വൈൽ. പറഞ്ഞോടെ. എന്താണ്? ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കളിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞോടെ. വി ഡിസൈഡ് ടു സിറ്റ് ആൻഡ് പ്ലേ ഫോർ എ വൈൽ. So they declined his request and they decided to play again. Okay, fine. അടുത്തത് അശ്വതി. അശ്വതി ബാബുരാജ്. Then they continue their play. സേഫ് ആയിട്ടുള്ള ആൻസർ. And they continued their playing. വേറെ കൂടെ പറഞ്ഞേ. And they went to slide. They went to slide. Slide, and they went to play on their slide. ഇനി പ്ലേയിങ് തന്നെ. അടുത്ത് അശ്വതി എം. അശ്വതി എം. എം 2 M ഉണ്ട്. അടുത്തത് അശ്വതി എം. അശ്വതി എം. അശ്വതി കേൾക്കുന്നില്ലേ? അടുത്ത ബിനീഷ ബിബിൻ. ബിനീഷ ബിബിൻ. Yes, ma'am. പറയാതെ. പറ. They played very well. Suddenly, one person is slipped the ground. Suddenly, one slipped the ground. One child slipped to the ground. Then slipped. Okay. അപ്പൊ സ്ലൈഡിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് വീണ്. ഓക്കെ. Then സിയ ജോബി. യെസ് മാം. ഞാൻ വേറെ ടിസ്റ്റ് ആക്കിയാലോ? ദ ചിൽഡ്രൻ ആർ സ്കേർഡ് ബിക്കോസ് ദ സ്ട്രേഞ്ചർ വാച്ചിങ് ദം. The children were scared. Children were scared. The children were scared while the stranger was watching them. Okay, they became scared. Stranger നേരത്തെ പറഞ്ഞ ആള് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ they became a little bit scared because the person was watching them. The stranger was watching them. Okay, then Faisal Anu. They discussed to go to move other place. Okay, they decided. Discussed. Okay, they decided to move to other place. They discussed among themselves and they decided to move to other place. Okay, then Fatima Sajana. Fatima Sajana. യെസ് മിസ്. ലാസ്റ്റ് പറഞ്ഞത് ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? They decided to move to other place. സ്ട്രേഞ്ചർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണോണ്ട് കുട്ടികള് വേറെ സ്ഥലത്തേക്ക് പോവാൻ. They decided to move to the other place. And they think that they should go to the beach. They thought that they should go to the beach. Okay, and they went. പോയ അവര്. Then they went എന്നാണോ ഉദ്ദേശിച്ചത്? Then they went to the beach. അവര് ബീച്ചിലേക്ക് പോയ, അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്തേ ഉള്ളൂ? ബീച്ചിലേക്ക് പോവാന്ന് ഡിസൈഡ് ചെയ്തു.
Okay, they decided to go to the beach. Okay. Then Gifty Varghese. Gifty. ഞാൻ പറയട്ടെ. When they looked at those who were with them, they didn't see them, and they had come far from the place where they were playing. എന്താണെന്ന് ഒരു പറഞ്ഞത് decided to come go far from the place they were playing അല്ലേ? No, when they looked at those who were with them, അവരുടെ കൂടെ ആരാണ് ഉണ്ടായിരുന്നതെന്ന് അവര് നോക്കി, അവരെ കണ്ടില്ല. ഇപ്പൊ കാണാണ്ടിരുന്നതിന്റെ കാരണം അവർ അവിടെ നിന്ന് കുറെ ദൂരം പോന്നിരുന്നു, കളിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന്, അവരുടെ പാരന്റ്സ് ഉള്ളിടത്തുനിന്ന്. They had come far from Okay. The children came. They noticed. Now they noticed that the children noticed that they were far away from their parents. Okay. Okay. They were in an isolated place. They noticed that they were so far from their parents, so far from their parents, or so far from the people in the park. So they were like in an isolated place. They were in an isolated place then. Because they are really scared about it. Yes, they noticed that then Jasila Jasim. They noticed that they were in a far off place. Gifty പറഞ്ഞില്ലല്ലോ. ഗിഫ്റ്റി പറ. കേൾക്കുന്നില്ലേ ഗിഫ്റ്റി? ഇല്ലെന്ന് തോന്നുന്നു. ഗിഫ്റ്റി വർഗീസ്, ജസീല ജാസിം, കാർത്തിക ശ്രീ ജയകൃഷ്ണ. കാർത്തിക. Yes. പറ. The time went so far. The time went so far. The children got scared because they have no they had no communication with the parents, and the parents also said their children. The parents were also searching for their children. They were far off from their parents. Okay. Then അടുത്ത് കൊച്ചുറാണി സെബാസ്റ്റ്യൻ. Ma'am, the man is അതാണ് പറയുന്നത്. Okay. The man is following them and going to near the children. The man was following them and he was coming near to them, coming near to the children. Okay, coming near them. Okay. Then Nisha K. Nisha. പറ. ലാസ്റ്റ് പറഞ്ഞ കേട്ടില്ല. The man was coming. ആ stranger ആ കുട്ടികളുടെ അടുത്തേക്ക് നീങ്ങി വന്നു. The stranger came near the children. And the children were scared. The children was very they were really scared. വേറെ പറ. കിട്ടുന്നില്ല.
ആലോചിച്ചോ അതെ. കുട്ടികൾ ഭയങ്കരമായിട്ട് പേടിച്ച്. പിന്നെ ഇനി എന്താ അവര് ചെയ്യും? there was അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ? ആ ആളുടെ അടുത്ത് രക്ഷപ്പെടാൻ ഫസ്റ്റ് അവർ എന്ത് ചെയ്യും? എന്തെങ്കിലും പറ. running fast. They started to run. They decided to run fast. Okay. They decided to run fast as they can. Okay, Ramya. Ramya. Suddenly a policeman came to this place. Okay. Suddenly a policeman came. Suddenly the policeman came to that place. Okay, then Tainu. Then suddenly a policeman came. Then Sherifa. I'm Sherifa in my parents. Okay, Sherifa പറയൂ. Their parents asked to them, stop your playing, come with me. അല്ല പാരന്റ്സ് ഇല്ല, പാരന്റ്സ് ദൂരെയാണ്. പോലീസ്മാൻ വന്ന് അവിടെ നിന്നല്ലേ പറഞ്ഞു നിർത്തി. പോലീസ്മാൻ എന്താണ്? കുട്ടികള് okay. The policeman asked to stop their playing. Then they asked, the children asked for help. അല്ലെ? അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ ഹെൽപ്പ് അല്ലേ ചോദിക്കുള്ളൂ. asked for the help of the policeman. Okay. അപ്പൊ നമുക്ക് ടൈം അപ്പ് ആയി. ഇന്ന് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ സജ്ജന ഷിഹാബ് തൊട്ട് പറയണം. പിന്നെ അതേപോലെ ഗിഫ്റ്റി വർഗീസും കാർത്തിക പറഞ്ഞില്ലായിരുന്നല്ലോ? പറഞ്ഞല്ലേ? അപ്പൊ ഗിഫ്റ്റി പറഞ്ഞില്ല, പിന്നെ ഒരാളും കൂടെ പറഞ്ഞില്ലെന്നോ? ഗിഫ്റ്റി പറയണം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് സജ്ജന ഷിഹാബ് അവിടെ തൊട്ട് നമുക്ക് ഓക്കെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇത് കൊള്ളാം, ഈ ആക്ടിവിറ്റി കൊള്ളാം, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ചെറിയ മിസ്റ്റേക്സേ ഉള്ളൂ, അത് നമുക്ക് റെഡിയാക്കി ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് എവ്രി വൺ. ഹാവ് ഫുഡ് ആൻഡ് ഹാവ് എ ഗുഡ് നൈറ്റ്. Bye. All of you sleep well. Okay, bye. Good night. The same, ma'am. Okay, thank you.